നമ്മൾ മെട്രോ സ്റ്റേഷനൊക്കെ ഇറങ്ങി അവസാനം നമ്മുടെ റൂമിൻ്റെ അടുത്ത് എത്താറായി. ഇനി ഒരു 10 മിനിറ്റ് നടന്നാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെത്തും. നല്ല കുളിര്, നല്ല കാറ്റ്, നല്ല ക്ലൈമറ്റ്. നമ്മൾ വദൻഹ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് 2ാമത്തെ ദിവസമാണ് നമ്മുടെ മോസ്കോയിൽ. ഇവിടെ മ്യൂസിയം ഓഫ് കോസ്മോനട്ട് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിയം ഉണ്ട്. അവിടുത്തെ കാണാൻ വേണ്ടി വന്നതാണ്. ഇത് ഈ മെട്രോ സ്റ്റേഷൻ നല്ല തിരക്കുള്ള മെട്രോ സ്റ്റേഷനാണ്. മാത്രമല്ല ഇവിടെ എല്ലാം ഈ പറഞ്ഞ സൈക്കിളുകൾ, നമുക്ക് ആപ്പ് വഴി റൺ ചെയ്യാൻ പറ്റുന്ന സൈക്കിളുകളുണ്ട്. ഇത് വെച്ചിട്ടാണ് ആൾക്കാർ പല സ്ഥലത്തോട്ടും പോകുന്നത്. ജസ്റ്റ് ആപ്പ് ഉപയോഗിച്ചിട്ട് അൺലോക്ക് ചെയ്യുക, ഇതെടുത്തുകൊണ്ട് പോവുക, അങ്ങനെയാണ്. ഞാൻ താമസിക്കുന്നിടത്ത് ഒരു 15 മെട്രോ സ്റ്റേഷൻ മാറിയാണ് ഈ വദൻഹ മെട്രോ സ്റ്റേഷൻ ഉള്ളത്. ഓരോ മെട്രോ സ്റ്റേഷനും ഓരോ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പോകുന്നത് മ്യൂസിയം ഓഫ് കോസ്മോനട്ടാണ്. പിന്നെ അപ്പുറത്തൊരു മോണ്യുമെൻ്റ് ഉണ്ട്. ഇത് രണ്ടും കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം. ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഇവിടുത്തെ സാറ്റർഡേ ആണ്, ഇവിടുത്തെ മോസ്കോ ഡേയും കൂടെയാണ്. സോ ആൾക്കാരൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. വി വിൽ ജസ്റ്റ് ഗോ ആൻഡ് എക്സ്പ്ലോർ ദ മ്യൂസിയം ഓഫ് കോസ്മോനട്സ്. ഇതാണ് മൊത്തം മെട്രോയുടെ മാപ്പ്. നമ്മളിവിടെ നിൽക്കുന്നത് ഇവിടെയാണ്, വദൻഹ. നമ്മൾ താമസിക്കുന്ന സ്ഥലം പ്രൊഫ്യൂസ് എവിടെയാണ്, പ്രൊഫ്യൂസിനായ. ഇതാണ് ഇവിടുത്തെ മെട്രോയുടെ മാപ്പ് കേട്ടോ. ഡൽഹി മെട്രോ ഒക്കെ തോറ്റുപോകും, കാരണം അത്രയ്ക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള മാപ്പാണ്. ഇവർ ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ സമയത്ത് പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞത്. അത്ര കോംപ്ലക്സ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കി. പക്ഷേ ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പോകാനും പറ്റും. എയർപോർട്ടിലൂടെയൊക്കെ കണക്ഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ എയർപോർട്ട് ഡൊമോഡെഡോവോ എയർപോർട്ട്. പിന്നെ ഇവിടെ ഒരു വേറെ എയർപോർട്ടുണ്ട്. എല്ലാത്തിലൂടെ കണക്ഷൻ ഉണ്ട്. മെട്രോയുടെ കോംപ്ലക്സിറ്റി. ഇതാണ് ലോക പ്രശസ്തമായ മോസ്കോയിലെ മ്യൂസിയം ഓഫ് കോസ്മോനട്സ്. സ്പേസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറീസാണ് ഇവിടെ പറയുന്നത്. ഇതിനകത്ത് കാരണം ഏറ്റവും മുകളിലൊരു മിസൈൽ മുകളിലോട്ട് പറന്നു പോകുന്നതാണ് വെച്ചിരിക്കുന്നത്. ഒരു മീനിൻ്റെ വാല് പോലുള്ളൊരു ഭയങ്കര മോണ്യുമെൻറ്റിൻ്റെ അറ്റത്ത് ഒരു മിസൈൽ ആകാശത്തോട്ട്. ഐ വിൽ ടേക്ക് എ ഫോട്ടോ ഫസ്റ്റ്. ഇവിടെ ഇവരുടെ ഓരോ ഹീറോസിനെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ യൂറി ഗഗാറിൻ അണ്ണനാണ്. റഷ്യൻ ഭാഷയിൽ മാത്രമേ എഴുതിയിട്ടുള്ളതാണ് പ്രത്യേകത. ഇതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ജസ്റ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുക, ഇപ്പോൾ തന്നെ പറയും. ആരാണെന്ന് പറയൂ ഗൂഗിൾ. ദിസ് ഈസ് ബേത്മ തെരഷ്കോവ, വാലന്റീന തെരഷ്കോവ. നമ്മുടെ വാലന്റീന തെരഷ്കോവ ചേച്ചിയാണിത്. പുള്ളിക്കാരിയുടെ സ്റ്റാച്ചു ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദെൻ ഇവരൊക്കെയാണല്ലോ നമ്മുടെ ഹീറോസ്. അടുത്തത് ആരാണെന്ന് നോക്കാം. ഇതൊന്ന് ഇംഗ്ലീഷ് എഴുതി വെച്ചാൽ കൊള്ളാം, പക്ഷേ ദേ വിൽ നോട്ട് യൂസ് ഇംഗ്ലീഷ്. ആരാണ്? വരൂ. ദിസ് ഈസ് ഇതും USSR പൈലറ്റ് കോസ്മോനട്ടാണ്. പവേൽ ബെല്യേവ് എന്ന് പറഞ്ഞ ആളാണ്. നമുക്കത്ര പരിചിതനല്ല, പക്ഷേ ഈ രാജ്യത്തിന് വേണ്ടി വളരെ വേണ്ടപ്പെട്ട ആളാണ്. Who is this? Come on, show me. Come on. This is Alexei Lenov. കേട്ടിട്ടുണ്ട്, പക്ഷേ അറിയില്ല. ഇതാരാണ് കണ്ടുപിടിക്കാം. ഇതാരാണ് ദെൻ വ്ളാഡിമിർ കൊമാറോവ്. അവരെല്ലാം റഷ്യൻ കോസ്മോനോട്ട്സാണ്. ദെൻ ഇതൊരു ഭയങ്കര മോണ്യുമെൻ്റാണ് കേട്ടോ. യു വിൽ ബി അമേസ്ഡ് ടു സീ ദിസ് മോണ്യുമെൻറ്റ്. ഇതിൻ്റെ അടുത്തോട്ടൊക്കെ നടന്നു പോകാൻ പറ്റുമായിരിക്കും. ഇതിൻ്റെ അകത്ത് ഇതുവരെ കയറുന്നതിന് തപ്പി കയറണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. തണുപ്പാണ്, അത്യാവശ്യം തണുപ്പുണ്ട്. രാവിലെ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ ഹോസ്പിറ്റലിൽ പോയി. ഉണ്ണിച്ചേട്ടൻ എനിക്കൊരു മർമ്മ മസാജും തായ് മസാജും തരാമെന്ന് പറഞ്ഞു. സോ ഇന്ന് വൈകിട്ട് 7 മണിക്ക് മർമ്മ മസാജുണ്ട്, നാളെ തായ് മസാജുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് റഷ്യൻ എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഭാഗ്യം. സോ ഇവിടെ എന്തൊക്കെ റഷ്യൻ ഭാഷ എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലാവുന്നില്ല.
എനിവേ യു വിൽ ഗോ ടു ദ എൻട്രൻസ് ഓഫ് ദിസ് മ്യൂസിയം. ഓപ്പൺ ആണോ എന്ന് നോക്കാം. 13:30 состоится обзорная экскурсия по музею продолжительностью 1 час. Стоимость 250 рублей дополнительно к входному билету. Желающие могут подойти в кассу. ഇവിടെ 350 രൂപയായിരുന്നു ടിക്കറ്റ്. നമ്മൾ അകത്ത് കയറി മുഴുവൻ കണ്ടു. ഏകദേശം 2 മണിക്കൂറോളം അകത്ത് കണ്ടു. അകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. സോ അകത്ത് കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ. പക്ഷേ ഗംഭീരമായിട്ടുള്ള അനുഭവമാണ് ഈ ഒരു മ്യൂസിയം ഓഫ് കോസ്മോനോട്ട്സ് എന്നത്. റഷ്യയുടെ മുഴുവൻ ചരിത്രവും മുഴുവൻ സയൻസ് ചരിത്രവും അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. സോ വി ആർ ഗോയിങ് ഔട്ട്. നമുക്ക് പുറത്തേക്ക് പോവാം. പുറത്തേക്ക് പോയി പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പം ഇവിടെ വേറൊരു സംഗതി കാണാനുണ്ട്. ഇവിടെ പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷൊക്കെ കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. റഷ്യയുടെ സോവിയറ്റ് യൂണിയൻ്റെ അല്ല സ്പേസ് ചരിത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പറയുന്ന പോലല്ല, ഭയങ്കരമായ ചരിത്രമാണ് അവർക്കുള്ളത്. അതെല്ലാം അവർ കൃത്യമായ രീതിയിൽ ഇവിടെ ദൃശ്യവൽക്കരിച്ചിട്ടുണ്ട്. ഗംഭീരമായുള്ള മ്യൂസിയം, അണ്ടർഗ്രൗണ്ട് മ്യൂസിയം, 3 നിലയുള്ള മ്യൂസിയം. 3 നിലയുള്ള മ്യൂസിയം അവർ പണിഞ്ഞു വെച്ചിരിക്കുകയാണ്. അകത്ത് ടെക്നോളജി എല്ലാം നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാ കണ്ടുപിടുത്തങ്ങളും അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. And we will move to another monument. ആളുകളെല്ലാം റോഡ് ക്രോസ് ചെയ്യുന്നതിന് തിരക്കിലാണ് കേട്ടോ. ആയിരക്കണക്കിന് ആൾക്കാരാണ് റോഡ് ക്രോസ് ചെയ്യുന്നത്. വണ്ടികളൊക്കെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിന്ന് വരികയാണ്. മേളിൽ കൂടെ മെട്രോ പോകുന്നുണ്ട്. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമായിട്ട് മേളിൽ കൂടെ മെട്രോ പോകുന്നത്. ഇവിടെ ട്രാമിൻ്റെ ഏരിയയാണ്. വേറെ അച്ഛനും മോനോട് ഒരു ചെറിയ സൈക്കിളിൽ വരുന്നുണ്ട്. ബൈക്ക് എന്നാണ് പറയുന്നത്, ബൈക്ക്. മൈ ഗോഡ്, എല്ലാ ആൾക്കാരും ആ ഒരു മോണ്യുമെൻറ്റിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മെയിൻ എൻട്രൻസ് വദൻഹ അക്കാഡമീഷ്യ കൊറോള സ്ട്രീറ്റ്. ഇത് വലിയൊരു പാർക്കാണ്. ഇതിനകത്ത് കാണാനുള്ള സംഗതികൾ ഒരുപാടുണ്ട്. ചെല്ലുമ്പോൾ സെൻട്രൽ പവലിയൻ, അതിനുശേഷം ഇവിടെ ഒരുപാട് പവലിയനുകളുണ്ട്. വോസ്റ്റോക്ക് റോക്കറ്റ് കാരിയർ, പിന്നെ ഇവിടെ ഒരു വലിയ ബിൽഡിങ്. ഇത് ഓസ്റ്റാങ്കിയോ നേച്ചർ ആൻഡ് ഹിസ്റ്റോറിക് പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിലാണ്. നാച്ചുറൽ പാർക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ലെനിൻ്റെ ഒരു മോണ്യുമെൻ്റ്, വ്ളാഡിമിർ ലെനിൻ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ആയിരത്തി 1947 മോസ്കോ നഗരം മോസ്കോയിലേക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്ത് 1147. 2023 ആയപ്പോൾ അതിൻ്റെ വാർഷികമാണ്. 876 വർഷം മോസ്കോ. ഇത്ര വലിയൊരു പാർക്കിൽ കൂടെ നടക്കുമ്പോൾ 4 വശത്ത് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. ഒരു പാട്ട് തന്നെ അവരിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്പീക്കറിൽ കൂടെ. അതൊരു വല്ലാത്ത ഫീലാണ്. ഇവരുടെ റഷ്യൻ പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ആ പാട്ടും കേട്ടാണ് എല്ലാവരും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു വലിയ പാർക്കിലുള്ളത്. നിങ്ങൾക്കും ആ പാട്ട് കേൾക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല ആംബിയൻസ് ഉള്ള പാട്ട്. ജർമ്മനിയിലെ കാലിൻഗ്രാഡ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഫാമിലി എന്നെ വന്ന് കണ്ടു. ആ ഒരു കൊച്ചു പയ്യൻ എൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു.
Дорогие москвичи, гости столицы, всех с праздником, с Днем города, с минувшим Днем знаний. Здесь, на ВДНХ, вы очутились в нашей школе. Школа называется «Территория Юга». ഈ ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയൻ ഭരണകാലത്ത് 16 പ്രവശ്യകളായിരുന്നു USSRന്റെ കീഴിലുണ്ടായിരുന്നത്. 16 പ്രവശ്യയിലെയും ഈ പറയുന്ന ഫോഴ്സസ് ഒത്തുകൂടിയുന്ന സ്ഥലമാണിത്. അങ്ങനെ 16 പ്രവിശ്യകൾക്കും സെപ്പറേറ്റായിട്ട് ഇവിടെ ഹൗസുകളുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഈജിപ്റ്റ് അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഹൗസുകൾ ഇവിടെ ഉണ്ട്. ഇത് 13ാമത്തെ ഹൗസാണ്. 13ാമത്തെ രാജ്യത്തിൻ്റെയാണ്. എനിക്ക് തോന്നുന്നത് വായിക്കാൻ പറ്റുന്നില്ല, ഏതോ രാജ്യത്തിൻ്റെ ഹൗസാണിത്. അങ്ങനെ 16 രാജ്യങ്ങൾക്കും ചുറ്റി ഹൗസ്. ഇതിനകത്തൊക്കെ കയറാൻ പറ്റും, കയറി കാണാനൊക്കെ പറ്റും, പക്ഷേ എൻട്രി ഫീസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ക്വയറാണിത്. ബദൻഹ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. വേറെ ഏതോ ഒരു നമ്മുടെ കേരള ഭവൻ എന്ന് പറയുന്ന പോലെ ആ രാജ്യത്തിൻ്റെ എംബസി അല്ല, ബേസിക്കലി അന്നിവിടെ ഇവർ ഒത്തുകൂടിയിരുന്ന സമയത്ത് ഓരോരുത്തർക്ക് ഓരോ ബിൽഡിംഗ് കൊടുത്തിരുന്നു. ആ ഒരു കൾച്ചർ ഇപ്പോൾ അവർ നിലനിർത്തിയിട്ടുണ്ട്. ഇത് അഫ്ഗാനിസ്ഥാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അസർബൈജാൻ ആയിരിക്കണം. അതിനകത്തോട്ട് പോയി നോക്കാം. ഇതാണ് ഫീസ് കാണും. വിൽ ഗോ ഇൻസൈഡ്. എക്സിബിഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. ഫോട്ടോ എക്സിബിഷൻ അല്ല, പെയിന്റിംഗ് എക്സിബിഷൻ. റിച്ച് ഓർണമെൻറ്റേഷനുള്ള ഒരു ഫൗണ്ടനാണിത്. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഗോൾഡും എല്ലാ കളറും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ക്രൗണിൻ്റെ ഷേപ്പിലാണ് ഈ ഫൗണ്ടൻ നടുക്ക് സ്ഥിതി ചെയ്യുന്നത്. 2 പിള്ളേരിവിടെ ചാടി കളിക്കുന്നുണ്ട്.
продолжаются наши праздничные ഈ സ്ക്വയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയൂസ് റോക്കറ്റ് ഇവിടെ ഉണ്ട്. സോയൂസ് റോക്കറ്റിന്റെ താഴെ ഒരു പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റേജ് ആണ് അത് ബേസിക്കലി. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയാണ് റിങ് വെച്ചൊരു പ്രകടനം നടത്തുന്നത്. ഇവിടെ ഒരു വിമാനം നിർത്തിയിട്ടിട്ടുണ്ട്, അതിനകത്ത് കയറാം. ഒരു ഹെലികോപ്റ്റർ ഉണ്ട്, അവിടെ ഒരു ഫൈറ്റർ ജെറ്റ് ഉണ്ട്. അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു സ്ക്വയറാണ്. ഇതാണ് നമ്മൾ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഏരിയ. നടുക്ക് പാട്ടും ഡാൻസും നടക്കും. വി വിൽ എക്സ്പ്ലോർ അറൗണ്ട്. ആദ്യം നമുക്ക് ഈ വിമാനത്തിനകത്തോട്ട് പോകാം, എന്താ നോക്കാം. സോയൂസ് റോക്കറ്റാണ് കേട്ടോ. അത് പറന്ന് നിൽക്കുന്നത് പോലെ തന്നെയാണ് നിൽക്കുന്നത് ബേസിക്കലി. അത് എങ്ങനെ നിർത്തിയിരിക്കുന്നത് എനിക്കറിയത്തില്ല. അത് പോയി നോക്കണം. ഒരു രക്ഷയില്ല. നമ്മൾ വിമാനത്തിന്റെ താഴെയാണ് നിൽക്കുന്നത്. അടിപൊളി. വലിയ ടയർ. ഇതിനകത്ത് കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ. ടിക്കറ്റ് എടുക്കണമായിരിക്കും ഉറപ്പാ. ഈ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MI-8 ഹെലികോപ്റ്ററാണ്. റിയൽ പൈലറ്റ് അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് വേണേൽ നമുക്ക് പോയി എക്സ്പീരിയൻസ് ചെയ്യാം. ഒരാൾക്ക് 900 euros ആണ് അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ കയറുന്നില്ല. അതുപോലെ തന്നെ ഈ വിമാനം എക്സ്പീരിയൻസ് ചെയ്യാം, പൈസ കൊടുക്കണം. ഈ റോക്കറ്റ് എങ്ങനെയാണ് പിടിച്ചു നിർത്തിയിരിക്കുന്നത് മനസ്സിലായി. റോക്കറ്റ് ലോഞ്ചിങ് പാഡ് പോലൊരു സാധനത്തിനകത്താണ് ഇത് കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. താഴെ ലേഡീസ് ഡാൻസ് കളിക്കുന്നുണ്ട്. നല്ല ഗംഭീരമായിട്ട് നല്ല ഭംഗിയുള്ള ഡാൻസ് കണ്ട. ആ റോക്കറ്റിൻ്റെ അടിയിൽ നിന്ന് ആ റോക്കറ്റിന് നേരെ താഴെ നിന്ന് ഡാൻസ് കളിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് ഇവരുടെ എന്താ പറയുക ഒരു ത്രില്ല്. നമ്മൾ കാണുമ്പോൾ തന്നെ ത്രില്ല് തോന്നണമെങ്കിലേ അതാണ് അവർ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ. അല്ലാതെ അവർക്ക് വേറൊരു സ്ഥലത്ത് ചെയ്യിപ്പിക്കാമായിരുന്നു. പക്ഷേ അതിൻ്റെ അടിയിലാണ് ഡാൻസ് കളിക്കുന്നത്. മീൻസ് അതാണ് അവരുടെ സ്റ്റേജ്. നോക്ക് ഹൗ ദേ ഹാവ് മെയ്ഡ് ദിസ്. ഐ തിങ്ക് ഇറ്റ്സ് എ റിയൽ റോക്കറ്റ്. ഇതെല്ലാം മ്യൂസിയവും സാധനങ്ങളും ഒക്കെയാണ്. ഇതിനകത്തൊക്കെ കയറണമെങ്കിൽ പൈസ നല്ലപോലെ കൊടുക്കണം. മാത്രമല്ല ടൈം നല്ലപോലെ വേണം. നമുക്കിത് കംപ്ലീറ്റ് ചെയ്തിട്ട് 2:31 നമുക്കൊന്നുകൂടെ റെഡ് സ്ക്വയറിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു റെഡ് സ്ക്വയറിൽ നിന്ന്. അതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് റെഡ് സ്ക്വയർ വരെ പോകണമെങ്കിൽ തന്നെ 1 മണിക്കൂർ പിടിക്കും. ഭാഗ്യത്തിനൊന്നും മഴ പെയ്യുന്നില്ല. ആൾക്കാരെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾ പീപ്പിൾ ആർ എൻജോയിങ്. കേട്ടോ അങ്ങോട്ടുണ്ട് കേട്ടോ, തീർന്നിട്ടില്ല. പടച്ചോനെ ഇത് തീരില്ല കേട്ടോ. നടന്നാലും തീരാത്ത ഒരു സ്ഥലമാണിത്. അവിടെ ഒരു ഫൈറ്റർ ജെറ്റ് ഉണ്ട്. അതിനകത്തും പൈസ കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ എക്സ്പീരിയൻസ് ഹൗ എ ഫൈറ്റർ ജെറ്റ് വിൽ വർക്ക് ആൻഡ് എവറിത്തിങ്. എൻട്രൻസ് എന്താണോ KOC MOC. ഉറപ്പാട് എന്തെങ്കിലും മ്യൂസിയം ആയിരിക്കും. ഇതുപോലെ വലിയ ഏരിയ ഞാൻ ഇന്ത്യയിലെങ്കിലും കണ്ടിട്ടില്ല. മാത്രമല്ല ഇവിടുത്തെ കോഫി ഷോപ്പാണെങ്കിലും ഇവിടുത്തെ കടകൾക്കാണെങ്കിലും ഏകദേശം ഒരേ ഷേപ്പാണ്. അത് ഒരു ആഡഡ് ബ്യൂട്ടി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരേ രൂപത്തിലും ഭാഗത്തിലും ആകുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് ഒരു ഭംഗിയുണ്ടാവും. പിന്നെ വളരെ ഇന്നോവേറ്റീവായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. റോക്കറ്റ്, വിമാനം, ഇതൊക്കെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടും ഇൻട്രസ്റ്റ് വന്ന കാര്യങ്ങളാണ്. അതെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സോ ഓവറോൾ ഈ ഏരിയ ഒരു മസ്റ്റ് വിസിറ്റ് ഏരിയ ആണ് മോസ്കോയിലെ. ഒരു ദിവസം കാണാനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് ഈ മോസ്കോയുടെ 876 വാർഷികമായിട്ട്. 2 ദിവസമായിട്ട് ഇവിടെ കിടന്ന് അലയുകയാണ്. എന്നിട്ടും ഒരു ഇന്ത്യക്കാരനെ പോലും കാണാൻ പറ്റിയിട്ടില്ല. ജപ്പാൻകാരെയും ചൈനക്കാരെയൊക്കെ ഉണ്ട്. പക്ഷേ ദർ ഇസ് നോ ഇന്ത്യൻസ് ഹിയർ. ഇന്ത്യൻസ് ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ഇപ്പം ടൂറിസ്റ്റുകളില്ലല്ലോ, വളരെ കുറവാണുള്ളത്. സോ അങ്ങനെ ഒരു അത്ഭുതം. എന്നെ ആൾക്കാരിങ്ങനെ ഒരു വേറെ ജീവിയായിട്ട് നോക്കുന്നുണ്ട്. മീൻസ്
ഡാർക്ക് സ്കിന്നായിട്ടുള്ള ഞാൻ മാത്രമേ ഇതുവഴി പോകുന്നുള്ളൂ, ബാക്കി എല്ലാം ഫെയർ സ്കിൻ ആൾക്കാരാണ്. നമ്മുടെ ഭവനുകളൊക്കെ ചെയ്യുന്ന പോലെ ഈ ഓരോ പവലീനുകളും ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ബാക്കിലും സൈഡിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ആൾക്കാർ ഓരോ രാജ്യത്തിൻ്റെ തനതായ ഫുഡ് കഴിക്കാൻ വേണ്ടി അതിൻ്റെ പുറകിലേക്കൊക്കെ പോകുന്നത് എനിക്ക് കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ അവിടെ പോയി ഇരുന്ന് കഴിക്കാനുള്ള സമയമില്ല, അല്ലെങ്കിൽ പല രാജ്യത്തെ ഫുഡും പരീക്ഷിച്ച് നോക്കാമായിരുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ 16 ലേഡീസ്. അങ്ങനെ 16 ഇതിന് ചുറ്റും 16 ബിൽഡിങ്ങുകളുണ്ട്. മീൻസ് ബിൽഡിങ്ങുകൾ മാത്രമല്ല 16 അലീസ് ഉണ്ടായിരുന്നു USSR എന്നുള്ള രീതിയിലാണ് 16 ലേഡീസിൻ്റെ പ്രതിമകൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അവർ ഓരോ കയ്യിൽ പൂക്കളാണോ അവർ മറ്റേ റൈസാണോ എന്തൊക്കെയോ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ബേസിക്കലി ഇതാണ് മെയിൻ സെൻട്രൽ പ്ലേസ്. ഇതിന് ചുറ്റുമാണ് നമ്മൾ പറഞ്ഞ ഈ ഓരോ രാജ്യങ്ങളുടെ അവർ അലീസിൻ്റെ ബിൽഡിങ്ങുകളുള്ളത്. ഉത്സവമാണ് കേട്ടോ, ഉത്സവം, ആഘോഷം. ആൾക്കാർ ഈ ഒരു ചത്തുരത്തിലേക്ക് ഒഴുകി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഒരുപാട് ഓപ്പൺ സ്പേസ് ഉണ്ട്, സൈഡിൽ ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ. അതുവഴി നമ്മൾ പോകുന്നില്ല, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇനി നമ്മൾ ഡയറക്റ്റ്ലി റെഡ് സ്ക്വയറിലേക്ക് പോകാം, കുറച്ച് ഫോട്ടോസ് എടുക്കാം. റെഡ് സ്ക്വയറിൽ നിന്ന് അന്ന് DSLR ഫോട്ടോസ് എടുത്തില്ല. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് പരിപാടി. അതിനുശേഷം സ്പാരോ ഹില്ല്, അതിനുശേഷം നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ മസാജ്, ഫസ്റ്റ് മസാജ് ഇൻ മൈ ലൈഫ്. 7 മണിക്കാണ് മസാജ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും കഴിക്കണം അത്യാവശ്യമായിട്ട്, നല്ല വിശപ്പുണ്ട്. 3 മണിയായിരിക്കുകയാണ് സമയം. 10 മണി തൊട്ട് നടക്കാൻ തുടങ്ങിയതാണ്.